കേരളക്കരയിൽ ലഹരിക്കെതിരെയുള്ള ഉത്ബോധനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. ചില വൈരുദ്ധ്യാത്മകതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്കിലും ആശ്വാസകരമായ ഉത്ബോധനങ്ങൾ നടക്കുന്നുണ്ട്. വൈരുദ്ധ്യാത്മകത എന്ന് പറഞ്ഞാൽ ബാറുകൾ മുഴുവനും തുറന്നു കൊടുക്കുക ഒരു ഭാഗത്ത്, എന്നിട്ട് മറുഭാഗത്ത് ലഹരിക്കെതിരെയുള്ള പ്രചാരണങ്ങളും നടക്കുക. ഈ MDMA മാത്രമല്ലല്ലോ, ഈ മയക്കുമരുന്ന് മാത്രമല്ല, കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ സാധനം മാത്രമല്ലല്ലോ ലഹരി. അതിൻ്റെ വലിയ ഉസ്താദ് കള്ളും കൂടിയാണല്ലോ. ആ കള്ളിനൊരു സ്വീകാര്യത, അതിനെ സിദ്ധൌഷധാക്കിങ്ങാണ്ട് ബാക്കിയുള്ള മയക്കുമരുന്ന് അടിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രണ്ടിലും ലഹരി ഉണ്ടായത് കൊണ്ടാണ്. ഇസ്ലാം എല്ലാ ലഹരി വസ്തുക്കളെയും നിരോധിക്കുന്നത്. കള്ളിനെന്ന് പറഞ്ഞാൽ ആ കള്ള് പാനീയ ആയതുകൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാ? ആ കള്ളിന് മണമുണ്ടായത് കൊണ്ടുമല്ല, പിന്നെന്തുകൊണ്ടാ? ആ കള്ളിന് ലഹരി ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ലഹരിയുള്ള എല്ലാ വസ്തുവും ഹറാമാണ്. ആത്മാർത്ഥമായ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ചെയ്യേണ്ടത് എന്താ? ഗവൺമെന്റ് ഭരണകൂടങ്ങളാണെങ്കിലും ആരാണെങ്കിലും ചെയ്യേണ്ടത്, ഇപ്പോൾ കള്ള് കുടിക്കണവരിപ്പോൾ ലഹരി വിരുദ്ധ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊരു വിരോധാഭാസമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിരോധാഭാസം ഉണ്ടെങ്കിലും പക്ഷേ ഫലം ചെയ്യൂല. ആത്മാർത്ഥമായി ചെയ്യുന്നതേ ഫലം ചെയ്യും, അല്ലെങ്കിൽ വേശ്യയുടെ ചാരിത്ര്യ പ്രസംഗത്തിന് തുല്യമാകും. അപ്പോ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് പോലെ ആ ലഹരി എന്ന് പറയുന്ന വസ്തു ഏതാണെങ്കിലും അതിനെതിരെ ആത്മാർത്ഥമായി താൻ അതിൽ നിന്ന് വിട്ടുനിന്ന് മറ്റുള്ളവരെയും വിട്ടുനിർത്തുക, അങ്ങനെയുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ലഹരിക്കെതിരെ. അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഫുട്ബോൾ ടൂർണമെന്റ് ചിലർ നടത്തുന്നു, ചിലർ ഓട്ടം സംഘടിപ്പിക്കുന്നു. പ്രതീകാത്മകമായിട്ട് ലഹരിക്കെതിരെ എന്നുള്ളൊരു ബോധം അത് പുതുതലമുറയിലൊക്കെ നന്നാക്കി അത് അടുക്കാൻ പറ്റാത്ത, അത് വെറുക്കപ്പെടേണ്ട ഒരു സാധനമാണ് എന്ന നിലയിലുള്ള പ്രചാരണം, അതിൻ്റെ ആ പോസിറ്റീവ് വശത്ത് നമ്മൾ പരിഗണിക്കുക തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലർ ഡാൻസ് കളിക്കുന്നു, സുംബ ഡാൻസ്, അല്ലെ, അങ്ങനെ പല ഡാൻസുകളും ഒക്കെ കളിക്കുന്നു. പക്ഷെ എന്തു കളിക്കാൻ ഓരോരുത്തർക്കും ചിലർക്ക് യോഗ കളിക്കാൻ തോന്നുകയാണ്, കളരി കളിക്കാൻ തോന്നുകയാണ്, കരാട്ടെ കളിക്കാൻ തോന്നുകയാണ്, ഫുട്ബോൾ കളിക്കാൻ തോന്നുകയാണ്, ഓടാൻ തോന്നുകയാണ്, നടക്കാൻ തോന്നുക, എന്തും ചെയ്യാം. എന്തു ലഹരിക്കെതിരായിട്ട് ചെയ്തോട്ടെ. അതിന്റെ ഇഫക്റ്റ് എന്തെന്നോ, അത് എത്ര ഇമ്പാക്ട് ചെയ്യുന്നു, അതൊന്നുമല്ല, നടന്നോട്ടെ. പക്ഷെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം നമുക്കുള്ള എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാകുമ്പോൾ ആർക്കും വിയോജിപ്പില്ലാത്ത, എതിർപ്പില്ലാത്ത കുട്ടികളെല്ലാവരും പങ്കെടുപ്പിക്കണമല്ലോ. ഒരു മതേതര രാജ്യത്തൊക്കെ, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്തൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, എല്ലാ മതവിഭാഗത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയോ വ്യായാമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ. അതിനൊരു വിവാദമാക്കേണ്ടതില്ലായിരുന്നു. അല്ലെങ്കിൽ വിവാദപരമായ ഒരു സംഗതി, ഒരു ഡാൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണാധികാരികൾക്ക് അറിയാലോ. മുസ്ലിം സമുദായത്തിലും മറ്റു സമുദായങ്ങളിൽ ഇപ്പൊ ഭാരതീയ വിചാര കേന്ദ്രമൊക്കെ പറഞ്ഞു ഇതൊക്കെ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമാണ്, പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും വിവാദമാവില്ല കേട്ടാ. നമ്മൾ താലിബാനികൾ പറഞ്ഞാലല്ലേ അത് വിവാദമാകുള്ളൂ, അതിനല്ലേ ഒരു ചൂരൊക്കെ ഉള്ളൂ. അതൊക്കെ അല്ലേ ചർച്ച ചെയ്യുമ്പോൾ, അന്തിച്ചർച്ചകളിലൊക്കെ ഇങ്ങനെ ഒരു എരുമ്പുളിയൊക്കെ ഉണ്ടാവുള്ളൂ, അതിനല്ലേ റീച്ച് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വിവാദമാവും. ഏതായാലും ഇത്തരം വിവാദപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കലായിരുന്നു നല്ലത്, ഒരു പൊതുവിദ്യാഭ്യാസ രീതിയിലൊക്കെ. പിന്നെ മാത്രമല്ല, ഇനി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനോട് വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ നമുക്കെല്ലാവർക്കും, അല്ലേ? വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രംഗത്തുണ്ട്. പക്ഷെ ആ വിയോജിപ്പുകളോട് അസഹിഷ്ണുത കാണിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ താലിബാനിസം. ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴേക്ക് അതിനെ താലിബാനിസം, തീവ്രവാദികൾ, ഭീകരവാദികൾ, നിങ്ങൾ പുരോഗമനത്തിനെതിരെ, പരിഷ്കരണത്തിനെതിരെ, എന്തെല്ലാം പുകിലുകളാണ്, അല്ലെ? നമ്മളിപ്പോ ഇതിപ്പോ എല്ലാവരും കേൾക്കാൻ തുടങ്ങിയപ്പോ സമുദായത്തിലുള്ള എല്ലാ സംഘടനകളെയുമാണ് ആക്ഷേപിക്കുന്നത്. താലിബാനികൾ എന്ന്, പുരോഗമന വിരുദ്ധരി എന്ന്, തീവ്രവാദികൾ എന്ന്. ഇവിടെ ജനിക്കേണ്ടവരല്ല, പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഒക്കെ പോവേണ്ടവരാണ്. മുമ്പ് ഇതൊക്കെ ചില സംഘടനകൾക്ക് മാത്രം റിസർവ് ചെയ്ത ചില ലേബലുകളായിരുന്നു. ഇപ്പൊ ഇതെല്ലാവർക്കും ആ ലേബൽ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു സുഖം നമ്മളെല്ലാവരും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിതിലൊക്കെ പറയാനുള്ളത്, വിയോജിപ്പുകൾ എവിടെയും രേഖപ്പെടുത്താം. ആ വിയോജിപ്പുകളോട് കുറച്ച് സഹിഷ്ണുത പുലർത്തണം. സഹിഷ്ണുത പുലർത്താതെ ചാനലുകളിലൊക്കെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കാം, മുസ്ലിങ്ങളെ പരിഹസിക്കാം, മതസംഘടനകളെ പരിഹസിക്കാം, പണ്ഡിതന്മാരെ പരിഹസിക്കാം.
ഇതൊന്നും ഒരിക്കലും ഒരു മതനിരപേക്ഷ സംസ്ഥാനത്തിന് ഭൂഷണമല്ല, സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. ഏത് വിയോജിപ്പുകളോടും സഹിഷ്ണുത പുലർത്തുക എന്നുള്ളതും ഉൾക്കൊള്ളുക, ആ ഉത്തരവ് പുറപ്പെടുവിക്കുക സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ വിയോജിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്, ഏത് മതവിഭാഗത്തിനുമുണ്ട് എന്നുള്ളൊരു വിശാല മനസ്കൃതി കൂടി മറുഭാഗത്തുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം അപകടകരമായ പ്രയോഗങ്ങൾ, താലിബാനിസം എന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഏതായാലും നല്ല ബുദ്ധി എല്ലാവർക്കും നൽകട്ടെ. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ സംയുക്തമായി യോജിച്ച് ഭരണകൂടത്തോടും രാജ്യത്തെ എല്ലാ സംഘടനകളോടും എല്ലാ മതവിഭാഗങ്ങളോടും ഒന്നിച്ചു ചേർന്ന് നിന്ന് മുൻനിരയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടവർ തന്നെയാണ് മുസ്ലിമീങ്ങൾ. കാരണം ഇസ്ലാമാണ് ലഹരിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെയും നാട്ടുകാരെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും ഈ ലഹരിയിൽ